തഅമ്മൽ മാരേലി തുടർന്ന് വരുന്നത് നീ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ ഇലാഫത്ത് ചെയ്യുമ്പോൾ ജമു മുദക്കർ സാലിമിൻ്റെയും മുസന്നേൻ്റെയും നൂന് കളയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ഹാദ കിതാബുൻ, ഇതൊരു പുസ്തകമാകുന്നു. ദിസ് ഈസ് എ ബുക്ക്. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദഅ, കിതാബുൻ ഖബറുൻ മർഫൂഉൻ. അടുത്തത് ഇത് തന്നെ ഹാദ കിതാബുല്ലാഹി, ഈ കിതാബ്, അതായത് ഒരു പുസ്തകത്തിന് ഇലാഫത്ത് ചെയ്തിട്ട് പറയുന്നത് എന്താ? ഹാദ കിതാബുല്ലാഹി, ഇത് അള്ളാഹുവിൻ്റെ കിതാബാകുന്നു. ഹാദ ഇസ്മുൽ ഇഷാറ മബ്നിയുൻ അല സുക്കൂനി ഫി മഹല്ലി റഫ്ഇൻ മുബ്തദഅ, കിതാബു ഖബറുൻ മർഫൂഉൻ വഹുവ മുളാഫ്, അല്ലാഹു ലഫ്ദുൽ ജലാല മുളാഫിൻ ഇലൈഹി. ഓക്കെ, കിതാബുല്ലാഹി. അടുത്ത് നോക്കി, ഐന ബിൻതാനി, രണ്ട് പെൺമക്കൾ എവിടെയാണ്? നിങ്ങൾക്ക് ഐന എന്നുള്ളത് ഇറാബ് ചെയ്യാൻ പറ്റുമോ നോക്കുക. ആകെ ഇതിൽ രണ്ട് വാക്കേ ഉള്ളൂ. ഐന എന്നുള്ളത് ഇസ്മുൽ ഇസ്തിഫാമാണ്. ഇസ്മുൽ ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ അതൊരു ഇസ്മാണ്, അതുകൊണ്ട് തന്നെ അത് ജുംലത്തുൽ ഇസ്മിയയാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇതിൽ മുബ്തദയും ഖബറും ഉണ്ടാവും എന്ന് നമുക്കറിയാം. ഐനൽ ബിൻതാനി, മുബ്തദയും ഖബറും ഉണ്ടാകും, രണ്ടും മർഫൂ ആയിരിക്കും. അപ്പോൾ പെൺകുട്ടി എവിടെയാണ്? നമ്മൾ അതിൻ്റെ ആൻസർ ഒന്ന് ആലോചിച്ച് നോക്കി. പെൺകുട്ടികൾ എവിടെയാണ്? അപ്പോൾ നമ്മളിങ്ങനെ ഉത്തരം പറയുക ബിൻതാനി ഫി സംതിങ്, എവിടെയെങ്കിലും ആണെന്ന് വരയ്ക്കുക. ഫിൽ മദ്രസത്തി എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഉത്തരം വരിക. അപ്പോൾ നമുക്കറിയാം എന്താ ഐന. അത് ഒരു കാര്യം. ആൻസർ നോക്കണേക്കാളും ഇത് തന്നെ നോക്കുക. ഐന എന്നുള്ളത് ലൊർഫാണ്. ലൊർഫ് മക്കാനാണ് അല്ലേ? ലൊർഫ് മക്കാനല്ലേ ഐന എന്നത്? അതെ, ഐന എന്നത് ലൊർഫ് മക്കാനാണ്. അപ്പോൾ ഐന എന്നുള്ളത് ലൊർഫ് മക്കാനാണ്. അപ്പോൾ ലൊർഫ് ഒരിക്കലും തന്നെ എന്താവൂല? മുബ്തദ ആവൂല. ലൊർഫ് ജാറുൻ മജ്റൂറിനൊന്നും ഒരിക്കലും മുബ്തദ ആവൂല. അപ്പോൾ ഇതിൽ പിന്നെ ആരാ ഉള്ളത്? വേറൊരു വാക്കും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായിരിക്കാം? ഇത് ഐന എന്നുള്ളത് ലൊർഫ് ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദർ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇറാബ് ചെയ്യുമ്പോൾ ഐന ഇസ്മുൽ ഇസ്തിഫാം മബനിയുൻ അലൽ ഫതഹി ഫി മഹല്ലി റഫ്ഇനാണ് പറഞ്ഞാൽ കേട്ടോ. റഫ്ഇൻ ഖബർ മുഖദ്ദം. ശരിക്കും ഇത് ലർഫാവുമ്പോൾ എന്തായിരിക്കും? നസ്ബാണ്. പക്ഷെ ഇവിടെ റഫിൻ്റെ സ്ഥാനത്താണ്, കാരണം ഖബർ മുഖദ്ദം. അൽ ബിൻതാനി മുബ്തദഅ മുഅഖർ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ അലിഫു ലിഅന്നഹു മുസന്ന. ഐന ബിൻതാ ഹാമിദിൻ. കണ്ടോ, ഹാമിദിൻ്റെ രണ്ട് പെൺമക്കൾ എവിടെയാണ്? ഹാമിദിൻ്റെ രണ്ട് പെൺമക്കൾ എവിടെയാണ്? ഐന ബിൻതാ ഹാമിദിൻ, ഹാമിദിൻ്റെ രണ്ട് പെൺമക്കൾ എവിടെയാണ്? ഇവിടെയും ഇതേപോലെ തന്നെ ഐന ലർഫാണ്, പിന്നെ ഖബറാണ്. ബിൻതാ മുബ്തദഅ മുഅഖർ ആണ്, മർഫൂആണ്, റഫിൻ്റെ അടയാളം അലിഫാണ്, മുസന്ന. ഹാമിദ് വഹുവ മുളാഫ്, ഹാമിദിൻ മുളാഫിൻ ഇലൈഹി. ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇലാഫത്തിൻ്റെ സമയത്ത് നൂനിനെ കളഞ്ഞിരിക്കുന്നു. അടുത്തത് റഅയ്തു ബിൻതൈനി, ഐ സോ ടു ഡോട്ടേഴ്സ്, ഞാൻ രണ്ട് പെൺകുട്ടികളെ കണ്ടു. അവിടെ റഅയ് ഫിഅലാണ്, തു ഫാഇൽ, ബിൻതൈനി എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബാണ്, നസ്ബിൻ്റെ അടയാളം യാ ആണ്, കാരണം അത് മുസന്നയാണ്. ഇനി നോക്കി, റഅയ്തു ബിൻതൈ ഹാമിദിൻ, ഹാമിദിൻ്റെ രണ്ട് പെൺമക്കളെ ഞാൻ കണ്ടു. ഇവിടെ ബിൻതൈ എന്നത് മഫ്ഊലുൻ ബിഹി, കണ്ടോ? ബിൻതൈ ഇലാഫത്തിൻ്റെ സമയത്ത് നൂനിനെ കളഞ്ഞിരിക്കുന്നു. ബിൻതൈനി എന്നാണ്. ഇലാഫത്തിൻ്റെ സമയത്ത് നൂനിനെ കളഞ്ഞിരിക്കുന്നു. അതപ്പോൾ മഫ്ഊലുൻ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്ത് നസ്ബിഹി അലിയാഉ ലിഅന്നഹു മുസന്ന വഹുവ മുളാഫ് ഹാമിദിൻ മുളാഫിൻ ഇലൈഹി. ഇനി ജംഉ മുദക്കർ സാലിമിൻ്റെ ഉദാഹരണം. ജാ അൽ മുദരിസൂന, അധ്യാപകർ വന്നു. ഇവിടെ മുദരിസൂന എന്നുള്ളത് ഫായിലുൻ മർഫൂനാണ്. ജാ മുദരിസുൽ ഫിഖ്ഹി, കുട്ടി വായിക്കുമ്പോൾ മുദരിസുൽ ഫിഖ്ഹി എന്ന് വായിക്കൂട്ടാ. ജാ മുദരിസു അൽ ഫിഖ്ഹി, ജാ മുദരിസുൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ അധ്യാപകർ വന്നു. ഇവിടെ മുദരിസു എന്നുള്ളത് ഫായിലുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി അൽ വാവു ലിഅന്നഹു ജംഉ മുദക്കർ സാലിം. എന്നിട്ട് വഹുവ മുളാഫ് അൽ ഫിഖ്ഹി മുളാഫിൻ ഇലൈഹി, ഇലാഫത്തിൻ്റെ സമയത്ത് നൂനിനെ കളഞ്ഞിരിക്കുന്നു. അടുത്തത് അബ്ഹതു അനിൽ മുദരിസീന, അതെ, രണ്ട് അധ്യാപകരെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നു. അബ്ഹതു അല്ലെ, ഐ ആം ലുക്കിംഗ് ഫോർ 2 ടീച്ചേഴ്സ്. അബ്ഹതു ഫിഅലാണ്, ഫായിൽ അനയാണ്, അനിൽ മുദരിസീന ജാറുൻ വ മജ്റൂറുനാണ്. അബ്ഹതു അൻ മുദരിസി അൽ ഫിഖ്ഹി, അപ്പോൾ അലിഫ് ലാമിനെ കളഞ്ഞു, മുളാഫ് അല്ലേ.
അലിഫ്ലാമിനെ കളഞ്ഞു കേട്ടോ. മുദരിസി അൽ ഫിഖ്ഹി, മുദരിസിൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ 2 അധ്യാപകരെ പറ്റി ഞാൻ അന്വേഷിക്കുന്നു കേട്ടോ. അവിടെ അൻ ജാറുൻ മജറൂറാണ്. മുദരിസി എന്നുള്ളത് ഇസ്മുൻ മജറൂറുൻ അലാമത്തു ജർഹി അൽ യാഉ ലിഅന്നഹു ജംഉ മുദക്കർ സാലിം വഹുവ മുളാഫ് അൽ ഫിഖ്ഹി മുളാഫിൻ ഇലൈഹി. ഇവിടെയും ഇളാഫിൻ്റെ സമയത്ത് നൂനിനെ കളഞ്ഞിരിക്കുന്നു. ഇനി അതിൻ്റെ തിയറിയാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. ടീച്ചറെ, എനിക്ക് ഒരു ഡൗട്ട്. ഇപ്പൊ ഇവിടെ മുദരിസി അതുപോലെ ഇവിടെ റഅയ്തു ബിൻതൈ എന്ന് പറഞ്ഞില്ലേ, അത് ജംഉ മുദക്കർ സാലിമാണോ അതോ മുസന്നയായിട്ടാണോ നമ്മൾ പറയുന്നത്? അത് നോക്കിയേ, ആദ്യത്തെ 2 മുസന്ന, രണ്ടാമത്തെ 2 മുദരിസിന്റെ അവിടെ ഇപ്പൊ ജംഉ മുദക്കർ സാലിം. അവിടെ റഅയ്തു ബിൻതൈ അത് ഇതല്ലേ മഖൂലും ബിഹി മൻസൂബ് അലാമത്തു നസ്ബി അൽ യാഉ ലിഅന്നഹു മുസന്നല്ലേ അവിടെ പറയുന്നത്? അതെ, തെറ്റി പറഞ്ഞോ ഞാന്? അല്ല, എനിക്കൊരു ഡൗട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചതാ. ആദ്യത്തേത് മുസന്ന, ആദ്യത്തെ 2 ബിൻതാനിന്റെ അവിടെ ഒക്കെ മുസന്നയാണ്. മുദരിസൂന എന്നുള്ളത് ജംഉ മുദക്കർ സാലിം. മുദരിസ് അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റി പറഞ്ഞെങ്കിൽ അത് തിരുത്തണം കേട്ടോ. ഞാൻ അങ്ങനെ ഇതുണ്ടെങ്കിൽ മുദരിസൂന ജംഉ മുദക്കർ സാലിമാണ്, അതിൻ്റെ ഉദാഹരണമാണ്. മുദരിസൂന തൊട്ടിട്ട് അതിൻ്റെ ഉദാഹരണമാണ്. ജംഉ മുദക്കർ സാലിമിൻ്റെയാണ് ആദ്യത്തെ 2 ഉദാഹരണങ്ങൾ. ഇത് കിതാബുൻ വന്നത് ബിൻതാനി ബിൻതൊക്കെ കിതാബുൻ വന്നത് മുഫ്രദിൻ്റെ ഉദാഹരണം. ബിൻതാനി അത് മുഴുവൻ മുസന്നൻ്റെ ഉദാഹരണം. മുദരിസൂന വന്നത് ജംഉ മുദക്കർ സാലിമിൻ്റെ ഉദാഹരണം കേട്ടോ. അവിടെ മുദരിസീന, മുദരിസി എന്നുള്ളതൊക്കെ ജംഉ മുദക്കർ മുദരിസു നോക്കൂ. ജാ മുദരിസൂന എന്ന് പറയുമ്പോൾ ജംഉ മുദക്കർ സാലിമാണല്ലോ. അബ്ഹസു അനിൽ മുദരിസീന എന്ന് പറയുമ്പോൾ ജംഉ മുദക്കർ സാലിം തന്നെ ജറ് ചെയ്തത് യാ കൊണ്ട്. അവിടെ അത് മുസന്നയല്ല കേട്ടോ. മുദരിസീന, മുദരിസാനി, മുദരിസ് നിങ്ങളെ കൺഫ്യൂഷൻ വരും അല്ലേ. മുദരിസാനി 2 അധ്യാപകർ എന്ന് പറയുമ്പോൾ മുദരിസാനി, അത് നസ്ബും ജറും ചെയ്യുമ്പോൾ മുദരിസൈനിയാണ് കേട്ടോ. മുദരിസൈനി. അത് മുദരിസൂനയാണ്, അതുകൊണ്ട് മുദരിസീന, സീന. മറ്റേത് സൈനി, നൂനിന് കെസ്റ, സൈനി, മുദരിസൈനി. പിന്നെ സീനിന് ഫതഹ, 2 പേരാവുമ്പോൾ. ഇവിടെ സീന കേട്ടോ. ചെറിയൊരു വ്യത്യാസമുള്ള കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. മുദരിസാനി, മുദരിസൈനി 2 അധ്യാപകരെ ഞാൻ കണ്ടു. റഅയ്തു മുദരിസൈനി. ഇവിടെ ഞാൻ അങ്ങനെ പറഞ്ഞോ, ശ്രദ്ധിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വന്ന തെറ്റാണ്. അബ്ഹസു അനിൽ മുദരിസീന ഉണ്ട്. ഞാനത് പറഞ്ഞു. ഫിഖ്ഹിൻ്റെ അധ്യാപകർ 2 അല്ല കേട്ടോ, അധ്യാപകന്മാർ എന്നാണ് കേട്ടോ. അധ്യാപകന്മാർ എന്നുണ്ട്, 2 ഇല്ല കേട്ടോ. ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. അബ്ഹസു അനിൽ മുദരിസീന, ഫിഖ്ഹിൻ്റെ അധ്യാപകരെ ഞാൻ അന്വേഷിക്കുന്നു. അവിടെ മുദരിസീന എന്നുള്ളത് ഇസ്മുൻ മജറൂറുൻ അലാമത്തു ജർഹി അൽ യാഉ ലിഅന്നഹു ജംഉ മുദക്കർ സാലിം. അബ്ഹസു അനിൽ മുദരിസിൽ ഫിഖ്ഹി, ഫിഖ്ഹിൻ്റെ അധ്യാപകരെ ഞാൻ അന്വേഷിക്കുന്നു. ഇവിടെയും ഇസ്മുൻ മജറൂറുൻ അലാമത്തു ജർഹി അൽ യാഉ ലിഅന്നഹു ജംഉ മുദക്കർ സാലിം കേട്ടോ. കറക്റ്റ് ആയില്ലേ ഇപ്പോൾ? ശരി. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു 2 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തെറ്റിയതാണ് കേട്ടോ. അത് ഈ മുദരിസൈ എന്നാണ്, അത് ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. അടുത്തത് ഇതിൻ്റെ തന്നെ ഇത് പറഞ്ഞേക്കും. ഹാദാ കിതാബുൻ ഹാദാ കിതാബുല്ലാഹി എന്നിട്ട് ഇവിടെ ആദ്യത്തെ ഉദാഹരണത്തിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് ഇതാ. യഹ്ദുഫു തൻവീനു ഇൻദൽ ഇലാഫത്തി, ഇലാഫത്തിൻ്റെ സമയത്ത് തെൻമീനിനെ കളയും. അതായത് മുലാഫു ആവുമ്പോൾ തെൻമീൻ ഉണ്ടാവൂല എന്ന്. ബാക്കി എല്ലാത്തിനും ഒരു തിയറി കൊടുത്തിട്ടുള്ളത് തുഹ്ദഫു നൂനു, നൂനിനെ കളയും. അപ്പോൾ തെൻമീൻ ഉള്ളത് മാസ്കുലൈനാണ്, അതുകൊണ്ട് മാസ്കുലൈൻ ആയതുകൊണ്ട് യുഹ്ദഫു. നൂന് ഫെമിനിൻ ആയതുകൊണ്ട് തുഹ്ദഫു നൂനുൽ മുസന്ന വനൂനു ജംഇ മുദക്കരി സാലിമി ഇൻദൽ ഇലാഫത്തി, ഇലാഫത്തിൻ്റെ സമയത്ത് ജംഉ മുദക്കർ സാലിമിൻ്റെയും മുസന്നേൻ്റെയും നൂനിനെ കളയപ്പെടുന്നു. നൂനു എന്നുള്ളത് നായിബ് ഫായിലാണ്, കളയപ്പെടുന്നു. നൂനുൽ മുസന്ന വനൂനു ജംഇ മുദക്കർ സാലിം. ഓക്കെ, ആ പേജ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പേജ്. അടുത്തത് പറഞ്ഞത് ലെസണിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. മുസന്നയും ജം ഒക്കെ എഴുതാനാണ്. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അതോടെ പെൻഡിങ് കേട്ടോ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക്
അടുത്ത എക്സസൈസ് നോക്കിക്കോ. തഅമ്മലിൽ അംസിലത്തൽ ആത്തിയത. തുടർന്ന് വരുന്ന ഉദാഹരണങ്ങൾ നീ ചിന്തിക്കണം. ലിൽ മുസന്ന വജംഇ മുദക്കരി സാലിമി. മുദക്കർ സാലിമിൻ്റെയും മുസന്നൻ്റെ ഒക്കെ ഉദാഹരണങ്ങളാണ്. മഖ്ദൂഫത്തി നൂനുഹുമാ ലിൽ ഇലാഫത്തി. ഇലാഫത്തിന് വേണ്ടി അവ രണ്ടിൻ്റെയും നൂനിനെ കളയപ്പെടുന്ന അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതിൻ്റെ ഉദാഹരണം നീ ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് ഗസിൽ യദൈക വരിജിലൈക. ഗസിൽ യദൈക വരിജിലൈക. ഗസിൽ നീ കഴുകു. യദൈക നിൻ്റെ രണ്ടു കൈകൾ. വരിജിലൈക നിൻ്റെ രണ്ട് കാലുകളും. യദൈക വരിജിലൈക നോക്കട്ടെ. ഗസിൽ എൻ്റെ ഇതിൽ അംറാണ് അല്ലേ? സുക്കൂന് വൽഫായിലു ളമീറുൻ മുസ്തത്തിറുൻ തഖ്ദീറുഹു അൻത. യദൈക നിൻ്റെ യദൈക നിൻ്റെ നോക്കിക്കോട്ടെ. രണ്ട് കൈകൾ. യദാനി എന്നല്ല വരിക. യദാനി. ഇപ്പോൾ രണ്ട് കൈകളും രണ്ട് കാലുകളും കഴുകുക എന്ന് പറയുന്നത് നിൻ്റെ വേണ്ട. അപ്പം എങ്ങനെ പറയാ? ഗസിൽ എങ്ങനെ പറയാ? നിന്റെ വേണ്ട. രണ്ട് കൈകളും രണ്ട് കാലുകളും. ആദ്യം വേണ്ട, നിർത്തും. ആദ്യം പറയേണ്ടത് ഒരു കൈയും ഒരു കാലും കഴുകാൻ പറയുമ്പോ എങ്ങനെ പറയാം? ഒരു കൈ ആനിയാക്കണ്ട. ഒരു കൈ യദുൻ. ഒരു കൈ എന്ന് പറഞ്ഞാൽ യദുൻ എന്നാണ്. മൻസൂബാവുമ്പോ യദൻ. യദൻ വ റിജിലൻ അല്ലേ? റിജുലൻ. റിജിലൻ. ഇനി രണ്ട് കൈകളും രണ്ട് കാലുകളും കഴുകുക. തെറ്റി. യദൈനി വരിജിലൈനി. യദൈനി മൻസൂബാക്കണ്ടേ? യദൈനി വരിജിലൈനി. ഇനി നിന്റേതാക്കുമ്പോ ഇലാഫത്ത് ചെയ്യുമ്പോഴോ ഗസിൽ ഇതന്നെ അപ്പൊ ഇവിടെ ഇലാഫത്തിന്റെ സമയത്ത് നൂനിനെ കളഞ്ഞു അല്ലേ? ഓക്കെ. ശരി. അപ്പോൾ ഇവിടെ യദൈ എന്നുള്ളത് മഫ്ഊലുൻ ബിഹി മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന. പിന്നെ വഹുവ മുളാഫ് അൽ കാഫു ളമീറുൻ മുത്തസിലുൻ മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ലി ജറിൻ മുളാഫിൻ ഇലൈഹി വഹു ഹർഫുൽ അത്ഫ് റിജിലൈ മഅതൂഫുൻ അലാ യദൈ മൻസൂബുൻ അലാമത്തു നസ്ബിഹി അൽ യാഉ ലിഅന്നഹു മുസന്ന വഹുവ മുളാഫ് അൽ കാഫു മുളാഫിൻ ഇലൈഹി. അടുത്തത് ഇബ്ന അലിയിൻ ഫിൽ ജാമിഅത്തി വബിൻതാഹു ഫിൽ മദ്രസത്തി. അലിൻ്റെ രണ്ട് ആൺമക്കൾ യൂണിവേഴ്സിറ്റിയിലും അവൻ്റെ രണ്ട് പെൺമക്കൾ മദ്രസയിലും ആകുന്നു. മദ്രസ സ്കൂളിലും ആകുന്നു കേട്ടോ. അലിയുടെ രണ്ട് മക്കൾ എന്ന് പറയാം, അല്ലെങ്കിൽ രണ്ട് ആൺമക്കൾ യൂണിവേഴ്സിറ്റിയിലും രണ്ട് പെൺമക്കൾ സ്കൂളിലും ആകുന്നു. അലീസ് two sons are in university and his two daughters are at school, അല്ലെങ്കിൽ in the school. സ്കൂളിലും ആകുന്നു. അലിൻ്റെ രണ്ട് ആൺമക്കളില്ലേ? അപ്പോൾ അലി വേണ്ട, അലിനെ ഒഴിവാക്കിക്കോ. രണ്ട് ആൺമക്കൾ സ്കൂളിലും രണ്ട് പെൺമക്കൾ മദ്രസയിലും ആകുന്നു. എങ്ങനെ പറയാം? അലില്ല. അലിയില്ല. അലി ഇല്ലെങ്കിൽ ഇബ്നാനി വരും. ഇവിടെ അലിയിലേക്ക് ഇലാഫത്ത് ചെയ്തപ്പോഴാണ് ഇബ്നാന്ന് വന്നിട്ട് നൂനിനെ കളഞ്ഞത് കേട്ടാ. ഇബ്ന മുബ്തദ വഹുവ മുളാഫ് അലിയിൻ മുളാഫിൻ ഇലൈഹി ഫിൽ ജാമിയത്തി ജാറുൻ മജ്റൂറുൻ ഖബർ അല്ലേ? ബിദ്ദ മുബ്തദ വഹുവ മുളാഫ് ഹു മുളാഫിൻ ഇലൈഹി ഫിൽ മദ്രസത്തി ഖബർ കേട്ടാ. ശരി. അടുത്തത് ബാബൽ മസ്ജിദി മഫ്തൂഹാനി. പള്ളിയുടെ രണ്ട് വാതിലുകൾ തുറക്കപ്പെട്ടതാണ്. The two doors of the masjid
ആർ ഓപ്പൺ, പള്ളി ഓപ്പൺഡ് അല്ലേ. മഫ്തൂഹാനി തുറക്കപ്പെട്ടതാകുന്നു. പള്ളിയുടെ 2 വാതിലുകൾ തുറക്കപ്പെട്ടതാകുന്നു. പള്ളീൻ്റെ ഒരു വാതിലാണെങ്കിലാ ബാബുൽ മസ്ജിദു മഫ്തൂഹുൻ. ബാബുൽ മസ്ജിദി മഫ്തൂഹുൻ. മസ്ജിദ് ഇനി മഫ്തൂഹുൻ. 2 വാതിലുകൾ തുറക്കപ്പെട്ടതാണെന്ന് എങ്ങനെ പറയാം? പള്ളിയില്ല. ബാബാനി മഫ്തൂഹത്ത്. ബാബാനിൽ മസ്ജിദിൽ മഫ്തൂഹാനി. പള്ളി വേണ്ട. പള്ളി വേണ്ട. ബാബാനി 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 മഫ്തൂഹാനി. ബാബാനി മഫ്തൂഹാനി. പള്ളി ഉണ്ടെങ്കിൽ മറ്റേ നൂനിനെ ഹദ്ഫ് ചെയ്ത് പറയണം കേട്ടാ. പള്ളിയിൽക്ക് അത് ഇലാഫത്ത് ചെയ്തപ്പോഴാണ് ബാബൽ മസ്ജിദി മഫ്തൂഹാനി. ബാബ മുബ്തദ മർഫൂഉൻ അലാമത്തുർ റഫ്ഇഹി അൽ ആലിഫു ലിഅന്നഹു മുസന്ന വഹുവ മുളാഫ് മുസ്ജിദ് മുളാഫുൻ ഇലൈഹി. മഫ്തൂഹാനി എന്നുള്ളത് ഖബറുൻ മർഫൂഉൻ, റഫിൻ്റെ അടയാളം അലിഫ് ലിഅന്നഹു മുസന്ന. അടുത്തത് ഖറഅതു ഫീ ഹാദിഹിൽ മജല്ലതി മഖാലൻ അനിൽ ഒരു മിനിറ്റ്. അൻ മുസ്ലിമിയല്ലേ? ഓക്കെ ശരി. ഖറഅതു ഫീ ഹാദിഹിൽ മജല്ലതി മഖാലൻ അൻ മുസ്ലിമിൽ ഹിന്ദി. അൻ മുസ്ലിമിൽ ഹിന്ദി. ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ചുള്ള എന്തിട്ടാ പറയാ, ആർട്ടിക്കിൾ കേട്ടോ, ലേഖനം. ലേഖനം ഞാൻ വായിച്ചില്ല. ഈ മാഗസിനിൽ നിന്ന് ഞാൻ വായിച്ചു. ഐ റീഡ് ദ ആർട്ടിക്കിൾ ഇൻ ദിസ് മാഗസിൻ അബൌട്ട് ഇന്ത്യൻ മുസ്ലിം. ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ചിട്ടുള്ള മക്കാല എന്ന് പറഞ്ഞ ലേഖനം, ആർട്ടിക്കിളൊക്കെ പറയാം. മക്കാല ലേഖനം ഈ മാഗസിനിൽ ഞാൻ വായിച്ചു. ഞാൻ വായിച്ചു ഫി ഹാദിഹിൽ മജല്ലതി, ഈ മാഗസിനിൽ മക്കാലൻ, ആർട്ടിക്കിൾ ആൻഡ് അബൌട്ട് മുസ്ലിമിൽ ഹിന്ദി. ഇത് മുദക്കർ സാലിമാണ് കേട്ടോ. ഇന്ത്യൻ മുസ്ലിങ്ങൾ. ഓക്കെ, ഇവിടെ ഖറഅതു ഫീലും ഫായിലും കഴിഞ്ഞു. ഫി ഹാദിഹി ജാറുൻ മജ്റൂറുൻ മജല്ലത്തി ബദൽ മക്കാല എന്നുള്ളത് എന്താ, എസ് എന്നും പറയാട്ടോ. മക്കാല എന്നുള്ളത് മഫൂലും ബിഹി. പിന്നെ അൻ മുസ്ലിമി ജാറുൻ മജ്റൂറുൻ, പിന്നെ വഹുവ മുളാഫ് അൽ ഹിന്ദി മുളാഫിൻ ഇലൈഹി. ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ കുറിച്ചിട്ടുള്ള ലേഖനം. ഇന്ത്യൻ മുസ്ലിം, ഒരു മുസ്ലിമിനെ കുറിച്ചുള്ള ലേഖനം എങ്ങനെ പറയാം? ഖറഅതു ഹാദിഹിൽ മജല്ലത്തി മഖാലൻ വരെ നിങ്ങൾ പറയണ്ട, ബാക്കി പറഞ്ഞാൽ മതി. അൻ മുസ്ലിമിൽ ഹിന്ദി. മുസ്ലിമിൽ ഹിന്ദി കറക്റ്റ്. ഒരു മുസ്ലിമിൽ ഹിന്ദി. പിന്നെ മുസ്ലിമിനെ കുറിച്ചിട്ടൊന്ന് മാത്രം പറയണമെങ്കിൽ അൻ ഒരു മുസ്ലിം. ഇന്ത്യ വേണ്ട. മുസ്ലിമീൻ. 2 മുസ്ലിങ്ങളെ കുറിച്ചിട്ട്. ഹിന്ദി വേണ്ട. 2 മുസ്ലിങ്ങളെ കുറിച്ചിട്ട്. അൻ മുസ്ലിമൈനി. ഇനി 2 മുസ്ലിം ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ചിട്ട്. മുസ്ലിമൈ അല്ല, മീമിന് ഫതഹ. മുസ്ലിമൈ അൽ ഹിന്ദി ട്ടാ. കൂട്ടി പറയുമ്പോൾ അങ്ങനെയല്ല, പക്ഷെ നമ്മൾ മുറിച്ച് പറഞ്ഞാൽ മതി. മൈ ഹിന്ദി അൽ ഹിന്ദി അല്ലേ. ഇനി 2 മുസ്ലിങ്ങളെ കുറിച്ച്. ഇന്ത്യ വേണ്ട. അപ്പൊ എങ്ങനെയായിരുന്നു? മുസ്ലിമൈനി അല്ലേ. മുസ്ലിമൈനി. ഇത് ഹദ്ഫ് ചെയ്യുമ്പോൾ അത് മുസ്ലിമൈനി. ഇനി ഇന്ത്യയിലെ ഇന്ത്യ വേണ്ട, മുസ്ലിങ്ങളെ കുറിച്ച്. ഇനി ഇന്ത്യ മുസ്ലിങ്ങളെ കുറിച്ച്. ഇതെന്നാണ് പറഞ്ഞു? ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച്. മുസ്ലിമിൽ ഹിന്ദി. അങ്ങോട്ട് ഇവിടെയൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇത് ഉറപ്പാവും കേട്ടോ. ഓക്കെ, അടുത്തത് ഉരീദു അൻ അബിഅ
ദറാജത്തയ്യ അല്ലേ, ദറാജത്തയ്യ ഹാത്തൈനി. ഉരീദു അൻ അബിഅ ദറാജത്തയ്യ ഹാത്തൈനി. ഐ വാണ്ട് ടു സെൽ ദ 2 ബൈസൈക്കിൾ ഓഫ് മൈൻ. എൻ്റെ ഈ 2 സൈക്കിളുകൾ ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു. മുലാരിയാണ്, മർഫു ആണ്, ലൊമ്മയാണ് റഫിൻ്റെ അടയാളം, പിന്നെ അന ഫായിൽ. അന അബിഅ മസ്തറുൽ മുഅവ്വൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, നസ്ബിൻ്റെ സ്ഥാനത്താണ്. പിന്നെ ദറാജത്തൈ അവിടെയാണ് പ്രശ്നം അല്ലേ. സൈക്കിൾ ഒന്ന് ആലോചിക്കുക, ദറാജത്തുൻ സൈക്കിൾ അല്ലേ. ഓക്കെ, ദറാജത്ത് ഇപ്പം നമുക്ക് ഇതുപോലെ പറഞ്ഞു നോക്കാം കേട്ടോ. അതിനിടക്ക് ഇതും കൂടി പറയണം അല്ലേ. ഹാത്തൈനി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്താണ് കേട്ടോ, സിഫയാണ് കേട്ടോ, ദറാജത്തിൻ്റെ സിഫയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫീലും ഫായിലും, പിന്നെ അതിൻ്റെ മഫൂലും ബിഹിയാണ് മസ്തറുൽ മുഅവ്വൽ, പിന്നെ അബി എൻ്റെ ഫായിൽ അന, പിന്നെ മറ്റേത് ദറാജത്ത് മഫൂലും ബിഹി വഹുവ മുലാഫിലേക്ക്. ഹാത്തൈന് എൻ്റെ സിഫയാണ്. ഈ എൻ്റെ 2 സൈക്കിള് ഈ അത് ഇസ്മുലിഷാറല്ലേ. ഓക്കെ, ഇനി പറഞ്ഞോട്ടെ. ഞാൻ ഒരു സൈക്കിൾ എൻ്റെ വേണ്ട, ഒരു സൈക്കിൾ വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഒരു സൈക്കിൾ കേട്ടാ. ഈ പിന്നെ ഈ ഒരു സൈക്കിള് ഇത് വേണം കേട്ടാ, ഈ ഇസ്മുലിഷാറ വേണം കേട്ടാ. ഒരു സൈക്കിൾ, ഈ ലാഫത്ത് വേണ്ട, ഒരു സൈക്കിളിന് എന്താ പറയാ, ദറാജത്തുൻ. അപ്പൊ എന്താവും, ദറാജത്തൈനി. അടാ ഒരു സൈക്കിള് എന്റെ വേണ്ട, ഈ ലാഫത്തില്ല. ദറാജത്തൻ ഹാദിഹി ഇതല്ലേ, ദറാജത്തൻ താമർബുത്ത, ദറാജത്തൻ മഫൂലും ബിഹിയല്ലേ, ദറാജത്തൻ ഹാദിഹി. ക്ലിയർ ആയ? അബിഅ ദറാജത്തൻ ഹാദിഹി, ദറാജത്തൻ ഹാദിഹി. ക്ലിയർ ആയ? ഒരു സൈക്കിൾ വിൽക്കാൻ, ഈ ഒരു സൈക്കിൾ വിൽക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഒരു സൈക്കിൾ കേട്ടാ, എൻ്റെ ഒരു സൈക്കിൾ, എൻ്റെ ഒരു ഈ സൈക്കിൾ എങ്ങനെ പറയാം, എൻ്റെ ഇലാഫത്ത് ഏത് പറഞ്ഞേ, ദറാജത്തൻ എന്നാണ് കേട്ടോ. ഒരു സൈക്കിള്, എൻ്റെ ഒരു സൈക്കിള്. അത് വേണ്ട, അത്ര ഒന്നും പറയണ്ട. അബി അവിടെ കിടന്നോട്ടെ, ബാക്കി പറഞ്ഞാൽ മതി. ദറാജത്തി ഹാദിഹി, ദറാജത്തി ഹാദിഹി. കണ്ടോ, എൻ്റെ ഒരു സൈക്കിൾ കേട്ടാ. ഇനി എൻ്റെ എൻ്റെ വേണ്ട 2 സൈക്കിള്, ഈ 2 സൈക്കിൾ ആണോ, ഇവിടെ മഫൂൽ ബിഹിയാണ്. അവിടെ നമ്മള് ഇതാക്കണം, ദറാജത്തൈനി ഹാത്തൈനി അല്ലേ, ദറാജത്തൈനി ഹാത്തൈനി. അതിന് വേറെ റൂൾ ഉണ്ടോന്ന് നോക്കണം. ഇവിടെ ഉരീദു മുളാരി അനസ് അബിയ അൽ മസ്ദർ മുഅവ്വൽ ദറാജത അബി എൻ്റെ ദറാജത്തൈ. അത് ദറാജത്തയ്യ എനിക്ക് ക്ലിയർ ഇല്ല എന്റെ ബുക്കിൽ എഴുതിയത്. ശ്രദ്ധയുള്ള നൂന് കേട്ടോ, അല്ല ശ്രദ്ധയുള്ള യാ. ദറാജത്തയ്യാന്നാണ് അല്ലേ. അപ്പൊ ദറാജത്താനി അല്ല ദറാജത്തൈനി പറഞ്ഞു അല്ലേ. അപ്പൊ ഇതൊന്നും കൂടിയാണല്ലേ ടീച്ചർ. അപ്പൊ ദറാജത്തയ്യ എന്താണ് അത് പറയാട്ടാ. ഇപ്പൊ നമ്മൾ ദറാജത്താനി വരെ എത്തിയില്ലേ, ദറാജത്തൈനി വരെ എത്തിയില്ലേ, ദറാജത്തൈനി ഹാത്തൈനി വരെ എത്തിയില്ലേ, ദറാജത്തൈനി ഹാത്തൈനി. ഇനി ഇലാഫത്ത് ചെയ്യുന്ന സമയത്ത് ട്ടാ, എൻ്റെ 2 സൈക്കിളുകൾ എങ്ങനെ പറയാം, എൻ്റെ യാ മുത്തക്കല്ലിമിലേക്ക് ചേർത്തേ,
ശരിക്കും ദറാജത്താനി എന്നാ, പിന്നെ വന്നത് ദറാജത്തൈനി. ദറാജത്തൈനി, തൈനിയിലേക്ക് നൂനിലേക്ക് നൂനിനെ കളഞ്ഞു, അപ്പൊ ദറാജത്തൈൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ് കേട്ടോ. അത് എഴുതി കാണിച്ചു തരാം കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. അത് നല്ലോണം സംശയമുള്ള ഒരു സാധനമാണ്. അങ്ങനെ മറ്റേ എങ്ങനെ മർഫു ആവുമ്പല്ലേ ദറാജത്താനി എന്ന് പറഞ്ഞ. ആ ഉണ്ട് അത്. മൈക്ക് പ്രശ്നമല്ല, ഞാനൊന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിക്കണം. ക്ലിയർ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ ദറാജത്താനി എന്ന് പറഞ്ഞാലാണ് രണ്ട് സൈക്കിൾ. ഇവിടെ അല്ല ജെറാണോ, മഫൂലും ബിഹി ആണല്ലോ. അപ്പം നെസ്ബ് ചെയ്യണം കേട്ടാ. അപ്പൊ ദറാജത്തൈനി എന്നല്ലേ വരിക രണ്ട് സൈക്കിൾ. ദറാജത്തൈനി, ദറാജത്തൈനി. അതിലേക്ക് നമ്മൾ എന്ത് ചേർക്കുകയാണ്? യാ മുത്തക്കല്ലിമ് ചേർക്കുകയാണ് അല്ലേ? എൻ്റെ രണ്ട് സൈക്കിൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ നൂനിനെ കളയണം. അപ്പോൾ എങ്ങനെ വരിക? ശ്രദ്ധയുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ യാ, പിന്നെ ഇവിടെ യാ മുത്തക്കല്ലിം. അപ്പോൾ ഈ രണ്ട് യാ കൂടി, ഇതിന് സുക്കൂന് ഇതിന് സുക്കൂന്, അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് ഒന്നാക്കിയിട്ടാണ് ദറാജത്തൈ. ഈ രണ്ട് യാ അടുത്തടുത്ത് വന്നാൽ കണ്ടോ? നെറ്റ് പോയിട്ട് എൻ്റെ ക്ലിയർ കറണ്ട് പോയില്ലേ? ഇതുമില്ല. ശബ്ദം ക്ലിയർ ഉണ്ടോ? കറണ്ട് പോയതാണ്. ശബ്ദം ക്ലിയർ ഉണ്ടോ? ശബ്ദം കേട്ടാ മതി. ശബ്ദം ക്ലിയർ ഉണ്ടോ? നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും, മഴയല്ലേ. ശബ്ദം ക്ലിയർ ഉണ്ടോ? അപ്പൊ പ്രസന്റിങ് പോയതേ പിന്നെ ഞാൻ വേറെ മൊബൈലിലാണ് എടുത്തത്. അപ്പൊ അത് കറണ്ട് പോയി, അതാണ്. ഓക്കെ, ക്ലിയർ. പറയുന്ന കേട്ടാ മതി. കേൾക്കുന്നുണ്ടോ? വൈഫൈ പോയതാണത്. അതാണ് ബോർഡ് പോയത്, വൈഫൈ പോയിട്ടോ. പിന്നെ അപ്പോൾ എന്ത് പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ആ നൂനിനെ കളഞ്ഞപ്പോൾ ഒരു യാ അതിൻ്റെ അവസാനത്തിലുണ്ട്, പിന്നെ യാ മുത്തക്കല്ലിം. അപ്പോൾ രണ്ട് യാ വന്നപ്പോൾ എന്താക്കി? രണ്ടിനെയും കൂടിയിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് ദറാജത്തയ്യ എന്നായി കേട്ടോ. മനസ്സിലായോ? അതിൻ്റെ യാമുത്തക്കല്ലിമും ഇതിൻ്റെ അവസാനത്തിലുള്ള യാവും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് ഒന്നാക്കിയിട്ട് ശ്രദ്ധ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ രണ്ട് സൈക്കിളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഹാത്തൈനി. ഇപ്പം അത് ക്ലിയർ അല്ലേ? ശബ്ദം പോകുമ്പോൾ ഒന്ന് പറയട്ടെ. ഇവിടെ എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്, ക്ലാരിറ്റി ഇല്ലേ? അതോ എക്കോ ഉണ്ടോ? പറയണ പ്രസന്റിങ് ഇല്ല കേട്ടോ, പ്രസന്റിങ് പോയി. അത് ഇത് വന്നു. അടുത്ത പറയട്ടെ? ശരി. മാ അറ അഹദൻ മിൻ മുദരിസി തഫ്സീരി. എന്ത് മഴയാണ്, മൂടി. കേൾക്കണ്ടാവില്ല, സംസാരിക്കുന്നത് ഇടയിലൊക്കെ പോകുന്നുണ്ട് അല്ലേ നെറ്റ്. അത് മഴ പെയ്യണ കാരണമൊക്കെ ഇരിക്കും, നെറ്റ് പ്രോബ്ലം വരുമല്ലോ. മഴയില്ല. കേൾക്കുന്നുണ്ടോ? മാ റഅ അഹദൻ മിൻ മുദരിസി തഫ്സീരി. മഴയില്ലാത്ത എറണാകുളത്തോ? എറണാകുളത്ത് മഴയില്ല, വെയില്.
ശബ്ദം കേൾക്കുന്നുണ്ടോ? ശബ്ദം ക്ലിയർ ആ കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കേൾക്കുന്നില്ല. മുദരിസി അധ്യാപകന്റെ വിവരണത്തിൽ നിന്ന് തഫ്സീർ. നമ്മളെ കേൾക്കണില്ലേ ടീച്ചറിന്? അധ്യാപകന്മാരിൽ ഒരാളെയും ഞാൻ കണ്ടില്ല. തഫ്സീറിന്റെ അധ്യാപകന്മാരിൽ ഒരാളെയും ഞാൻ നെറ്റിന്റെ കണ്ടില്ല. പ്രോബ്ലം ആയിരിക്കും. കുറച്ച് കഴിഞ്ഞിട്ടാ കേൾക്കുന്നത്. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കയറാട്ടാ. അയ്യോ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അല്ലേ? നിങ്ങൾ ലീവായി പോകും. ഞാൻ വെയിറ്റ് ചെയ്യട്ടെ കേട്ടാ. 8 മിനിറ്റ് ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. എന്താ പറ്റി ഇങ്ങനെ? ഒരു രക്ഷയില്ല. വൈഫൈ പോയാൽ ഇങ്ങനെ തന്നെ എന്തോ റേഞ്ചില്ല തോന്നുന്നുണ്ട്. ഏതോ ഒരു സംഭവം. വെയിറ്റ് ചെയ്ത് കേട്ടോ. ഖദീജ, ബ്രേക്കർ അങ്ങനെ വീണെടുക്കണ്ടോ നോക്കി. ബ്രേക്കർ അങ്ങനെ വീണുണ്ടോ നോക്ക്. ഇവിടുത്തെ ഇത് കിട്ടില്ലേ, വൈഫൈ കിട്ടാണ്ടാണെന്ന് പറയണമെന്ന് അവർ കേൾക്കുന്നില്ല. ഞാൻ പോയിരിക്കുമോ ഗ്രൂപ്പൊന്നും?